പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. എന്റെ കഴിഞ്ഞ വീഡിയോയും വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതിന്റെ ഫസ്റ്റ് കമന്റിലും വെച്ചേക്കാം. നിങ്ങൾക്ക് നല്ല ഒരു അപ്ഡേറ്റ് ആണ്, അത് ആവശ്യമാണെങ്കിൽ കാണുക. ഇപ്പോൾ വന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളതും ആവശ്യമായിട്ടുള്ളതുമാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തു വെക്കേണ്ട ആവശ്യമുണ്ട്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വാട്സപ്പിൽ പുതുതായിട്ട് കൊണ്ടുവന്ന അപ്ഡേറ്റ് ആണിത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, അത് ചെയ്തു വെക്കുക. എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ എന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലാണ് നമ്മൾ ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് രണ്ടാമതായിട്ട് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു പച്ച കളറിൽ ഒരു പ്രൈവസിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ചെക്കപ്പ് എന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതില് ചൂസ് ഹു ക്യാൻ കോണ്ടാക്ട് യു എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ്സ് എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എവരിവൺ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മാറ്റിയിട്ട് മൈ കോണ്ടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇത് കൊടുക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ ഓരോ ഗ്രൂപ്പുകളിൽ നമ്മുടെ അനുവാദമില്ലാതെ ചേർക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ്. ഇത് മുമ്പേ ഉള്ളത് തന്നെയാണ്, പക്ഷെ അത് പല രീതിയിലാണ് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റ രീതിയിൽ ഒരൊറ്റ കുടക്കീഴിൽ ഇതെല്ലാ സെറ്റിംഗ്സും കൂടെ ഒരുമിച്ച് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്. അപ്പോൾ നമ്മൾ മൈ കോണ്ടാക്ട്സ് കൊടുക്കുക. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കോൾസുകൾ വരുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കോളുകൾ, ഏതെങ്കിലും നമ്പറിൽ നിന്നുള്ള കോളുകൾ ആവശ്യമില്ലാതെ നമുക്ക് വരത്തില്ല. അതും ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇനി അത് അടുത്ത മൂന്നാമതായി നമുക്കിവിടെ കാണാൻ സാധിക്കും ബ്ലോക്ക്ഡ്. ഏതെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ എന്നാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പ്രൊഫൈൽസ് ഫോട്ടോ എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എവരിവൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് എല്ലാവർക്കും കാണാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല, എല്ലാവരും കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മൈ കോണ്ടാക്റ്റിലുള്ള നമ്പറിലുള്ളവർക്ക് മാത്രം നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അത് പോയിട്ട് നോബഡി, ആർക്കും കാണണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നോബഡി കൊടുത്താൽ മതി. ഞാനിപ്പോൾ എവരിവൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ ഇതെല്ലാം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ കാണിക്കാത്ത രീതിയിലുള്ളതാണ്. നോബഡിയാണ് സാധാരണ ഇപ്പോൾ എല്ലാവരും കൊടുക്കാറുള്ളത്. അത് നമ്മൾ കൊടുക്കുക. അത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നോബഡി ആക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കുക. ഇത് നമുക്ക് റീഡ് ചെയ്യാത്ത മെസ്സേജ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ആഡ് മോർ പ്രൈവസി ടു യുവർ ചാറ്റ്സ്. ഇത് ഡിസപ്പിയറിംഗ് കൊടുക്കാനുള്ള ഓഫ് ആണ് കൊടുത്തിട്ടുള്ളത്. അല്ല, നമുക്ക് 24 മണിക്കൂർ 7 ഡേയ്സ് 90 ഡേയ്സ് അത് വേണം കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി സേഫ്റ്റി ആയിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. നമ്മളിത് ഓൺ ചെയ്ത് ഇടുക. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് മോർ പ്രൊട്ടക്ട് ടു യുവർ അക്കൗണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ആപ്പ് ലോക്ക്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇതെല്ലാം നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ആപ്പ് ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പ് ലോക്ക് കൊടുക്കാം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വാട്സപ്പ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വാട്സപ്പ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് നോക്കുക. മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK Choice.